വസിച്ചാൽ അവൻ നമ്മിലും വസിക്കും. തായ്തണ്ടോടു ചേർന്നു നിൽക്കും ശാഖകൾ പോലെ നൽഫലങ്ങളേകും നാം അബൈഡേഴ്സ്. ദൈവത്തിൽ പ്രത്യാശ അബൈഡേഴ്സ്. സഭയുടെ സമ്പത്ത് അബൈഡേഴ്സ്. ലോകത്തിൻ രക്ഷകർ അബൈഡേഴ്സ്. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. യേശുവിനായി ഉണരാം, ചിന്തിക്കാം, യേശുവിനായി ജീവിതമേകിടാം, യേശുവിൽ പ്രാർത്ഥനയാൽ പ്രവൃത്തികൾ നൽകാം. കുമ്പസാരക്കൂട്ടിൽ ചെല്ലുമ്പോൾ ആ തടിക്കൂടിനപ്പുറം ഇങ്ങനെ ഒരു ഊറാറയും ഇട്ടിരിക്കുന്ന വൈദികനപ്പുറം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കണം. എനിക്ക് വേണം നിന്നെ, നീ എത്ര പാപിയാണെന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന, നിന്റെ പാപം എത്ര കടും ചുവപ്പാണെങ്കിലും ഞാനതിനെ തൂമഞ്ഞ് പോലെ വെണ്മയുള്ളതാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വലിയ സ്നേഹത്തെ തിരിച്ചറിയാനായിട്ട് പറ്റണം. അപ്പോൾ കുമ്പസാര കൂദാശയിലെ 2 ഏറ്റുപറച്ചിൽ നടക്കുകയാണ്. ഒരു പ്രവൃത്തി ദൈവത്തോട് ഏറ്റുപറയുന്നു എൻ്റെ പാപങ്ങൾ, അതിലൂടെ എൻ്റെ വിശ്വാസത്തെ, എൻ്റെ ദൈവസ്നേഹ അനുഭവത്തെ, എൻ്റെ ക്രിസ്തുവിനെ ഞാൻ അവിടെ ഏറ്റുപറയുകയാണ്. അങ്ങനെ ഈ ഏറ്റുപറച്ചിലിൻ്റെ കൂദാശ എൻ്റെ ശിക്ഷയുടെയും കുറ്റത്തിൻ്റെയും വിധിയുടെയും ഒക്കെ കാര്യം മാറ്റിവെച്ചിട്ട് പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് കുമ്പസാരത്തിലൂടെ മോചനം ലഭിക്കുന്നുണ്ട്. പാപത്തിൻ്റെ കാലിക ശിക്ഷയ്ക്കും അതിൻ്റെ മോചനം ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ശിക്ഷയെ ഭയന്നിട്ടല്ല ഞാൻ കുമ്പസാരിക്കേണ്ടത്, ശിക്ഷ ഒഴിവാക്കാനുള്ളൊരു മാർഗമായിട്ടല്ല ഞാൻ കുമ്പസാരിക്കേണ്ടത്, മറിച്ച് എൻ്റെ ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായിട്ട് കുമ്പസാരം മാറണം. അങ്ങനെ മാറുമ്പോഴാണ് കുമ്പസാരം അനുഭവമാകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആദ്യത്തെ അപകടമെന്ന് പറയുന്നത് നമ്മുടെ ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും 12 വർഷം കാറ്റക്കിസം പഠിച്ചിറങ്ങും, അത് കുർബാന സ്വീകരണത്തിൻ്റെ നമസ്കാരം 30 കൂട്ടം നമസ്കാരങ്ങളെന്ന് പറയും, 32 കൂട്ടം നമസ്കാരങ്ങളും ജോമാലയെല്ലാം കാണാപ്പാഠം പഠിക്കും. പക്ഷേ ഇതൊക്കെ ഒരറിവിൻ്റെ തലത്തിൽ നിൽക്കുകയാണ്, ഒരു അനുഭവത്തിൻ്റെ തലത്തിലാക്കണം മക്കളെ. അനുഭവത്തിൻ്റെ തലത്തിലാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വേർപെട്ട് പോകാനായിട്ട് പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ആ ഒരു അനുഭവത്തിലേക്ക് വളരണം. അപ്പോഴാണ് ആദ്യത്തെ അപകടത്തെ തരണം ചെയ്യുക. രണ്ടാമത്തെ അപകടം, അത് ചുരുക്കം പേരുടെ അപകടം. അവർ പറയും, ഞങ്ങളെന്തിനു കുമ്പസാരിക്കണം, ഞങ്ങളും കർത്താവും തമ്മിൽ ഡയറക്റ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്കാണുള്ളത്, ഞങ്ങൾ കുമ്പസാരക്കൂട്ടിൽ പോയി കുമ്പസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കുറച്ച് പേരുടെ മാത്രം ചിന്തയാണ്. പക്ഷെ ഇന്ന് ആ ചിന്തയ്ക്ക് വലിയ പ്രചാരം ലഭിക്കുന്നുണ്ട് കേട്ടോ. കേരളത്തിൽ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾക്കൊക്കെ കുമ്പസാര കൂദാശയായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലും ചിലരെങ്കിലും അതിനോട് ചേർത്ത് കുമ്പസാര കൂദാശ വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ നിങ്ങളുടെ ഇടയിലേക്കൊക്കെ ആ ചിന്ത അറിയാതെ വന്ന് വീഴുന്നുണ്ടെന്ന് അച്ഛനറിയാം. കാരണം എന്നോട് ഈ കഴിഞ്ഞ 2-3-5-6 മാസങ്ങൾക്ക് മുമ്പ് എന്തിനു കുമ്പസാരിക്കണം, ബൈബിളിൽ കുമ്പസാരമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഫോൺ വിളിച്ച ചെറുപ്പക്കാർ പള്ളിയിൽ കയറാത്ത ചെറുപ്പക്കാരല്ല. ഞാനുണ്ടായിരുന്ന ഇടവകളിൽ യുവജന സംഘടനകളിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്ന, ബലിയർപ്പണത്തിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന, ഇടവകയിൽ എന്ത് കാര്യമുണ്ടെങ്കിലും സഹകരിക്കുന്ന, ഇടവകയുടെ പ്രവർത്തനത്തോട് ചേർന്ന് നിൽക്കാൻ അകലെയുള്ള ജോലി സ്ഥലത്തുനിന്ന് ലീവ് എടുത്ത് വരെ ഓടി വരുന്ന ചെറുപ്പക്കാർ ചോദിച്ചപ്പോഴാണ് ഈ ഒരു അപകടം പടർന്നു പിടിക്കുന്നതിനെക്കുറിച്ച് അച്ഛന് മനസ്സിലായത്. അത് സാത്താൻ്റെ വലിയൊരു തന്ത്രമാണ് ഇത് പടർന്നു പിടിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ സഭ തകർക്കപ്പെടണമെങ്കിൽ കുമ്പസാര കൂദാശ തകർക്കപ്പെടണം. വിദേശത്തൊക്കെ സഭ തകർക്കപ്പെട്ടത് അങ്ങനെയാണ്, കുമ്പസാരം വേണ്ട, കുർബാന വേണ്ട, അങ്ങനെ മാറിപ്പോയി. യൂറോപ്പിലൊക്കെ സഭ തകർന്നു എന്ന് പറയുമ്പോൾ, പല പള്ളികളും പൂട്ടിപ്പോയെന്ന് പറയുമ്പോൾ ഇന്നൊരു മറുചിത്രം ഉണ്ടാകുന്നുണ്ട്. പൂട്ടിപ്പോയ പല പള്ളികളും ഇന്ന് തുറന്ന് ആരാധനയ്ക്ക് തുറക്കപ്പെടുന്നു. അതിന് കാരണമായി മാറുന്നത് ആരാ? ഈ നാട്ടിൽ നിന്ന് അന്നന്നേ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയവരാ. അവരവിടെ വിശ്വാസം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ
അവിടെയുള്ള ദേവാലയങ്ങൾ തുറക്കപ്പെടാൻ തുടങ്ങി, വിശ്വാസം സജീവമാകാൻ തുടങ്ങി. അപ്പോൾ സാത്താന് മനസ്സിലാകുന്നുണ്ട്, കഴിഞ്ഞ 2000 വർഷങ്ങൾ വിശ്വാസത്തിൻ്റെ മേൽ ഒരു വെല്ലുവിളിയും ഏൽക്കാതിരുന്നൊരു സമൂഹം ഇവിടെയുണ്ട്. അവിടുത്തെ വിശ്വാസം തകർക്കപ്പെടണം. അതിനുവേണ്ടി അവൻ പല പദ്ധതികളും ആവിഷ്കരിക്കും. നമ്മളിൽ പലരെങ്കിലും അതിൽ പെട്ടുപോയിട്ട് ചോദിക്കും, എന്തിന് ഞങ്ങൾ കുമ്പസാരിക്കണം? ബൈബിളിൽ കുമ്പസാരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നോ? നിങ്ങളുടെ കയ്യിൽ ബൈബിളൊന്ന് തുറക്കാവോ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇതാരോടാ പറഞ്ഞത്? പത്രോസിനോടാണ്. ഈശോ ഈ ഉപമ അവർക്ക് പറയുമ്പോൾ കൂട്ടിച്ചേർത്ത് പറയും. അതാണ് ഈശോയുടെ ഉപമകളുടെ പ്രത്യേകത. അവർക്കറിയാവുന്ന കാര്യം പറഞ്ഞാൽ ഒട്ടവർക്ക് മനസ്സിലാകാത്ത രീതിയിലാക്കി കളയും. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം. ആ യഹൂദർ അബ്ബിമാരെ സംബന്ധിച്ച് ഈ അധികാരം എന്ന് പറയുന്നത് ഭൂമിയിൽ നിൽക്കുന്ന അധികാരമാണെങ്കിൽ, താൻ ഇവരെ വരമേൽപ്പിക്കുന്ന അധികാരം ആരെ? പത്രോസിനെ. പത്രോസ് ആരാ? ആദ്യത്തെ മാർപ്പാപ്പ. പത്രോസ് ആദ്യത്തെ മാർപ്പാപ്പയാണെങ്കിൽ സ്ലീഹന്മാരാരാ? ആദ്യത്തെ മെത്രാൻ സംഘമാണ്. ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിന് ആദ്യത്തെ മെത്രാൻ സംഘമായ സ്ലീഹാമാരെ ഈ അധികാരം പറഞ്ഞു കൊടുക്കുകയാണ്. വ്യക്തതയോടുകൂടെ ഉദ്ധാനത്തിന് ശേഷം ഈശോ പറഞ്ഞു കൊടുക്കും. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, ഈശോ അപ്പസ്തോലന്മാരോട് പറഞ്ഞു, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടുവരിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ തിരിച്ചറിയണം. കുമ്പസാരക്കൂട്ടിലിരുന്ന് ഞാനോ മറ്റേത് വൈദികനോ ആയിരിക്കൊള്ളട്ടെ, കത്തോലിക്ക സഭയിൽ 5 ലക്ഷത്തിലധികം വരുന്ന വൈദികരിൽ ആരുമായിക്കൊള്ളട്ടെ, ഈ ഒരു ഊറാറയും ഇട്ടിരുന്നു കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്ന് പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ആരുടെയും സ്വകാര്യ പുണ്യത്തിൻ്റെ ഭണ്ഡാകാരത്തിൽ നിന്നല്ല, മറിച്ച് ഈ വചനത്തിലൂടെ നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന ഈ വചനത്തിലൂടെ ഈശോ സഭയെ വരമേൽപ്പിച്ച ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസിനെയും ആദ്യത്തെ മെത്രാൻ സംഘമായ സ്ലീഹാമാരെയും വരമേൽപ്പിച്ച ആ ശ്ലൈഹികമായ അധികാരത്തിൻ്റെ കൃപാവരമുണ്ട്. ആ കൃപാവരത്താലാണ് നിങ്ങളുടെ പാപം മോചിക്കപ്പെടുന്നത്. ഞങ്ങളുടെ ആരുടെയും സ്വകാര്യ പുണ്യത്തിൻ്റെ ഭണ്ഡാകാരത്തിൽ നിന്നല്ല നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നത്, പക്ഷേ ഈ വചനത്തിൻ്റെ കൃപയാലാണ് നിങ്ങൾ ആശീർവദിക്കപ്പെടുന്നതും നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതും. തിരിച്ചറിയണം. അതുകൊണ്ട് ഞാനും കർത്താവും തമ്മിൽ ഡയറക്റ്റ് സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുക, ഇതിന് ഇവിടെ അധികാരം കൊടുത്തിട്ട കർത്താവ് പോയത്. അതുകൊണ്ട് കർത്താവ് ആ അധികാരം വരമേൽപ്പിച്ചിരിക്കുന്നത് സഭയെയാണ്. അതുകൊണ്ടാണ് കുമ്പസാര കൂദാശയെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത്. പാപങ്ങളുടെ വ്യക്തിപരവും സമഗ്രവുമായ ഏറ്റുപറച്ചിലും അതിനെ തുടർന്നുള്ള പാപമോചന ആശീർവാദവും ദൈവത്തോടും സഭയോടുമുള്ള അനുരഞ്ജനത്തിൻ്റെ സാധാരണമായ ഏകമാർഗമായി നിലനിൽക്കുന്നുവെന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അതിൻ്റെ 1497-ാമത്തെ ഖണ്ഡികയിൽ പഠിപ്പിക്കുക ഈ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതുകൊണ്ട് തിരിച്ചറിയണം, പാപമോചനം അത് കുമ്പസാര കൂദാശയിലൂടെ അത് കർത്താവ് സഭയെ വരമേൽപ്പിച്ചിരിക്കുന്നു, ഇന്നും സഭയിൽ പരികർമ്മം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ തിരിച്ചറിയണം. 2 അപകടങ്ങളെ പലപ്പോഴും കടന്നു വരിക. ഒന്ന്, ഇങ്ങനെ ചടങ്ങ് നിർവഹിക്കാൻ പോയിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, വേണ്ട എന്ന് വയ്ക്കും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ 2 അപകടങ്ങളും മാറ്റിയെടുക്കണം. എന്നിട്ട് കുമ്പസാരക്കൂട്ടിലേക്ക് പോകണം. കുമ്പസാരിക്കാൻ വേണ്ടി തന്നെ കത്തോലിക്കനായ വ്യക്തികളുണ്ട്. കർദിനാൾ ന്യൂമാനെ നിങ്ങൾക്കറിയാം.
അടുത്ത നാളുകളിൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെടും. അദ്ദേഹം കത്തോലിക്കാ സഭയിലേക്ക് വന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം കത്തോലിക്കാ സഭയെക്കുറിച്ച് പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ അറിയണം. കത്തോലിക്കാ സഭയെ വിമർശിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിലും അയർലൻഡിലുമൊക്കെ കത്തോലിക്കരും ആംഗ്ലിക്കൻസും തമ്മിൽ വലിയ വാഗ്വാദങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ചിലപ്പോൾ ആഭ്യന്തര യുദ്ധങ്ങൾ വരെയൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ, തന്നുമായിട്ട് തൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തർക്കിക്കാൻ വരുന്ന കത്തോലിക്കരെ എങ്ങനെയും തോൽപ്പിക്കാൻ കത്തോലിക്കരെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പഠിച്ചു തുടങ്ങിയതെന്നാണ് പറയുക. പക്ഷെ അവസാനം പറയും, ഞാൻ സഭയിൽ 2 അത്ഭുതങ്ങൾ കണ്ടു. ഒന്ന് വിശുദ്ധ കുർബാനയുടെ അത്ഭുതം, രണ്ടാമത്തേത് വിശുദ്ധ കുമ്പസാരത്തിൻ്റെ അത്ഭുതം. കുമ്പസാരക്കൂട്ടിൽ പോയി പാപമേറ്റു പറയുമ്പോൾ പാപിയുടെ ഹൃദയത്തിനുണ്ടാകുന്ന ആ വലിയ സന്തോഷം, അവനുണ്ടാകുന്ന ആ പരിവർത്തനം, അതെനിക്കും അനുഭവിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കത്തോലിക്കനാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം ആ കുമ്പസാര കൂദാശയ്ക്ക് കൊടുക്കേണ്ട വലിയ വിലയെ. ആ വലിയ വില കൊടുത്ത് വേണം നാളെ നിങ്ങൾ കുമ്പസാരിക്കാനായിട്ട് പോകാൻ. നന്നായിട്ട് ഇപ്പോൾ ബോധ്യം കിട്ടിയിട്ടുണ്ട്, ഇനി നന്നായിട്ട് ഒരുങ്ങി പോയി കുമ്പസാരിച്ചാൽ മതി. എങ്ങനെ നന്നായിട്ട് കുമ്പസാരിക്കണം? ആദ്യ കുർബാന സ്വീകരണത്തിന് സിസ്റ്റേഴ്സ് പഠിപ്പിച്ച 6 പാപത്തിൻ്റെ 8 പാപത്തിൻ്റെ ലിസ്റ്റ് ഇപ്പോഴും പറയുന്നവരുണ്ട്. കെട്ടുകുമ്പസാരത്തിന് വരുമ്പോഴും ആ ലിസ്റ്റ് തന്നെയാണ്. പാപത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളധികം പാപമൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് അച്ചോ അല്ലേ? പ്രിയപ്പെട്ടവരെ, ആ മനോഭാവത്തിൽ നിന്ന് മാറിയിട്ട് നന്നായിട്ട് ഒരുങ്ങി നന്നായിട്ട് കുമ്പസാരിക്കാനായിട്ട് പറ്റണം. നല്ല കുമ്പസാരത്തിന് എത്ര കാര്യങ്ങൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ? പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കുന്നത്, പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നത്, മേലിൽ പാപം ചെയ്യില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുന്നത്, ചെയ്തുപോയ പാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുന്നത്, വൈദികൻ കൽപ്പിക്കുന്ന പ്രായശ്ചിത്തം നിറവേറ്റുന്നത്. ഇതൊരു പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു മെത്രാനോ മെത്രാപ്പോലീത്തായിരുന്നു എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. സഭയുടെ പാരമ്പര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ ഇത് രൂപപ്പെട്ടു വന്നതാണെന്ന് ചിലപ്പോൾ ചില വചനഭാഗങ്ങൾ അപഗ്രഥിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഈ 5 കാര്യങ്ങളും ഏകദേശം ഒരുപോലെയുള്ളൊരു വചനഭാഗം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? പാപങ്ങളെക്കുറിച്ച് ഓർക്കുന്നു, പശ്ചാത്തപിക്കുന്നു, പോകുന്നു, പാപം ഏറ്റുപറയുന്നു. ധൂർത്തപുത്രൻ്റെ ഉപമ. എവിടെവരെ സഭയിൽ കുമ്പസാരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല കേട്ടോ. ആദ്യ നൂറ്റാണ്ട് മുതൽ കുമ്പസാരം ഉണ്ടെന്ന് നമ്മൾ അറിയണം. ആദ്യ നൂറ്റാണ്ടിലെ കുറിച്ചൊക്കെ ദിദാക്കയൊക്കെ പോലുള്ള സഭയുടെ ചരിത്ര രേഖകൾ പറയുകയാണ്, അവർ പരസ്യമായിട്ട് പാപമേറ്റ് പറഞ്ഞിരുന്നുവെന്ന്. അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവർ അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ, പ്രബോധനം, അപ്പം മുറിക്കൽ എന്നിവയിൽ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം പങ്കെടുത്തിരുന്നു. ഈ ഏക മനസ്സ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു ധാർമ്മിക നിലവാരത്തിൽ നിന്ന് താഴെ പോവുക, ഏതെങ്കിലും തരത്തിൽ അധപതനം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ആ കൂട്ടായ്മയുടെ പുറത്താണ്. അവന് തിരിച്ചു വരണമെങ്കിൽ പരസ്യമായിട്ട് ആ കൂട്ടായ്മയിൽ പാപമേറ്റ് പറഞ്ഞ് കൂട്ടായ്മയുടെ തലവനായ മെത്രാനോ വൈദികനോ അവന് പാപമോചനം കൊടുത്ത് ആ കൂട്ടായ്മയിലേക്ക് അവനെ തിരിച്ച് സ്വീകരിക്കണം. അതാണ് രീതി. സഭയുടെ ആദ്യകാല പാരമ്പര്യം അതാ. കുമ്പസാര കൂദാശ അന്നുമുണ്ട്, പാപമേറ്റ് പറച്ചിലും പാപമോചന ആശീർവാദവും എല്ലാം ഉണ്ട്. ഈ വ്യക്തിപരമായ ഏറ്റുപറച്ചിലില്ല എന്നേ ഉള്ളൂ. ആദ്യ നൂറ്റാണ്ടുകളിൽ മുഴുവൻ ഇതാ. പിന്നീട് 2-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലൊക്കെയാണെന്ന് പറയുന്നു ഈ മരുഭൂമിയിലൊക്കെ വസിച്ചിരുന്ന സന്യാസിമാരുടെ ഇടയിൽ 4-ാം നൂറ്റാണ്ടോടുകൂടിയൊക്കെ അവരുടെ ഇടയിൽ ഇത് പ്രചാരത്തിൽ വരുന്നുള്ളൂ, വ്യക്തിപരമായിട്ട് പാപമേറ്റ് പറയുന്ന രീതി. പിന്നീട് ഒരു 8-ാം നൂറ്റാണ്ടോടൊക്കെ എത്തുമ്പോഴാണ് അൽമായർ ഇങ്ങനെ വ്യക്തിപരമായിട്ട് പാപമേറ്റ് പറയുന്ന രീതി തുടങ്ങിയത്. പക്ഷേ അതൊരു സമഗ്രതയിലെത്തിയത്, അല്ലെങ്കിൽ അതൊരു സഭയുടെ പ്രാക്ടീസായിട്ട് മാറുന്നത് 16-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. പക്ഷെ എന്ന് കരുതിയിട്ട് കുമ്പസാര കൂദാശ അന്നല്ല തുടങ്ങിയത്, അത് സഭയുടെ തുടക്കം മുതലുണ്ട്. അപ്പം ആ ഇതിൽ രൂപപ്പെട്ടു വന്നതാണ് നല്ല കുമ്പസാരത്തിന് ഈ 5 കാര്യങ്ങൾ. ഒരു അനുതാപിയുടെ തിരിച്ചുവരവ് എങ്ങനെ ആയിരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ 5 കാര്യങ്ങൾ നന്നായിട്ട് ചെയ്താൽ നല്ലൊരു കുമ്പസാരമായി. അതിനി എങ്ങനെ നന്നായിട്ട് ചെയ്യണം? എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും ആത്മീയ പിതാക്കന്മാർ ഒരു ഒരുക്കത്തെക്കുറിച്ച് പറയും. 3 തലത്തിലുള്ള ഒരുക്കത്തെക്കുറിച്ച് എപ്പോഴും പറയുക.
അകന്നൊരുക്കം, അടുത്തൊരുക്കം, ഏറ്റവും അടുത്തൊരുക്കം. അകന്നൊരുക്കം അത് ഒരു പാപം ചെയ്തുവെന്ന് തോന്നുമ്പോൾ തുടങ്ങേണ്ട ഒരുക്കം. നമ്മളെങ്ങനെയാണ് ഒരു പാപം ചെയ്തു ഇനി കുമ്പസാരിക്കാനായിട്ടൊരു 10 ദിവസത്തിനുള്ളിൽ ഒരു തരത്തിലൊന്നും നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ആ പാപം ഒന്നുകൂടി എന്തായാലും കുമ്പസാരത്തെ ഏറ്റു പറയണം. അതുകൊണ്ട് ഒന്നുകൂടി ചെയ്താലും കുഴപ്പമില്ല. അങ്ങനെയാണോ? പക്ഷെ അങ്ങനെ മനോഭാവം ചിലർക്കുണ്ട്. പക്ഷെ അങ്ങനെയല്ല. പാപം ചെയ്തു എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അനുദപിച്ച് കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങി തുടങ്ങണം. അതാണ് അകന്ന ഒരുക്കം. യേശുവിൻ abiders, നന്മ പൂർണ്ണരാം യേശുവിൻ abiders, സ്നേഹയോഗ്യരാം യേശുവിൻ abiders. സത്യസന്ധരാം. യേശുവിൻ abiders. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടാണ്. അതിനുശേഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു യൂണിപ്പവർ എന്ന് പറഞ്ഞ കമ്പനിയിൽ. ഞാൻ ധ്യാനത്തിന് വരുന്നത് ഫസ്റ്റ് ഇയർ എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ്. വീടെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട്, അനിയത്തിയുണ്ട്. അപ്പോൾ ഫാമിലി ഫുൾ ഹാപ്പിയാണ്. ഞങ്ങൾ വിഷമങ്ങളൊന്നും അറിയാത്ത ഒരു ഫാമിലിയാണ്. അത്യാവശ്യം വീട്ടിൽ സാമ്പത്തികമായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലാരും തമ്മിലൊരു പ്രശ്നമില്ല. വീടെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ എപ്പോഴും വീട്ടിലായിരിക്കാൻ ഇഷ്ടപ്പെട്ടു. അതിന് വളർന്ന് ചെറുപ്പത്തിലൊക്കെ എപ്പോഴും വീട്ടിലായിരിക്കാൻ അപ്പനോടും അമ്മയോടും കളിച്ച് ചിരിച്ചിരിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ വളർന്നു വന്ന് തുടങ്ങിയപ്പോൾ നമുക്ക് കൂട്ടുകാരുടെ പ്രസൻസ്, പിന്നെ ആയിരുന്ന സ്ഥലങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു പ്രസൻസ് മൂലം നമുക്ക് വീടിന്ന് ഇഷ്ടമല്ല, വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ലാത്തതായി തുടങ്ങി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവുക, കൂട്ടുകാരോടൊപ്പം ആയിരിക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ ഒരു സ്വഭാവം മൈൻഡിലേക്ക് വന്നു. പറയാലോ, നമ്മുടെ പ്രായത്തിലാകുമ്പോൾ നമ്മളുടെ ഒരു പൊട്ടൻഷ്യലുള്ള പിള്ളേരുമായിട്ട് നമ്മൾ കൂട്ടുകൂടും, കുറേ നല്ല കാര്യവും ചീത്ത കാര്യമൊക്കെ ചെയ്യും. എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനോടൊപ്പം എപ്പോഴും ഫ്രണ്ട്സിന് വേണ്ടി എന്തും ചെയ്യുമായിരുന്നു. പക്ഷേ തെറ്റായതാ ശരിയാതാന്ന് നോക്കാതെ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പം അങ്ങനെ ജീവിതത്തിൽ കുറേ തെറ്റുകൾ വന്നുപോയി. ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ കുറേ തെറ്റുകളുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പക്ഷേ സൺഡേസിലൊക്കെ കുർബാനയ്ക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷേ കുർബാനയ്ക്ക് പോകുന്നത് ആത്മാർത്ഥമായിട്ട് ഒരു ബലിയർപ്പണമല്ലായിരുന്നു. ചുമ്മാ കുർബാനയ്ക്ക് പോകും, പള്ളിയുടെ പുറത്തും സൈഡിലൊക്കെ ആയിട്ട് വന്നിരിക്കും. അത് കഴിഞ്ഞിട്ട് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കും. മെയിൻ ഉദ്ദേശം അവിടെയുള്ള കാര്യങ്ങൾ എല്ലാവരും കാണണം. അവിടെയുള്ള പിള്ളേരെയും പ്രത്യേകിച്ച് പെൺപിള്ളേരും കാര്യങ്ങളൊക്കെ പള്ളിയിലൊക്കെ വരും, അവരൊക്കെ ഒന്ന് നോക്കി കണ്ടിരിക്കുക. അതൊക്കെയായിരുന്നു മെയിൻ ഹോബി. അതിനുവേണ്ടിയായിരുന്നു കുഴപ്പമില്ലാത്ത പയ്യനാണെന്ന് നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് അറിയിക്കുക എന്നായിരുന്നു ഞായറാഴ്ച പള്ളി പോകേണ്ട മെയിൻ ഉദ്ദേശം. പക്ഷേ ദൈവത്തെ അറിഞ്ഞ നിമിഷം മുതൽ കുർബാന എന്ന് പറഞ്ഞാൽ അത് ഒരു ദൈവസ്നേഹം നുകരുന്ന, അതായത് അവൻ എന്നെ മാറോട് ചേർത്ത് അണയ്ക്കുന്ന ഒരു ബലിയായിട്ട് കാണുകയാണ്. അത് വലിയൊരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് പിന്നീട് മുതൽ ഓരോ കുർബാനയിലും കാണാൻ തുടങ്ങി. പറ്റുന്ന എല്ലാ ദിവസവും ഞാനിപ്പോൾ കുർബാനയ്ക്ക് പോകാറുണ്ട്. ഓരോ കുർബാനയ്ക്ക് നിൽക്കുമ്പോഴും ഓരോ പ്രാവശ്യം അവൻ നമുക്ക് വേണ്ടി ബലിയായി തീരുമ്പോഴും അവൻ്റെ സ്നേഹത്തിൽ നിന്നിട്ടാണ് ദൈവത്തിന് വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഞാൻ ധ്യാനം കൂടിയത് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിലെ ആണ് യുവജനധ്യാനം. അബേഡ് എന്ന് പറഞ്ഞ യുവജനധ്യാനമാണ് കൂടിയത്. ഇതിക്ക് മുമ്പ് ഒരു ധ്യാനം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് കൂടുന്നൊരു ധ്യാനമാണത്. ആ ധ്യാനത്തിൻ്റെ നിമിഷങ്ങളിൽ കർത്താവ് തന്നെ ശരിക്കും തൊട്ടു എന്ന് പറയാം. ശരിക്കും കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിച്ച് അറിയാൻ പറ്റി. അതുവരെ മറ്റുള്ളവർ അനുഭവിച്ചറിഞ്ഞ ദൈവത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ പലരും പറയും ദൈവം സ്നേഹമാണ്, ദൈവം പിതാവിനെ പോലെ നമ്മളെ കെയർ ചെയ്യും, നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ നമ്മുടെ കൂടെ വരും, നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പുള്ളി ദൈവം കൂടെ നിൽക്കും, അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ധ്യാനത്തിന് വന്നപ്പോൾ ദൈവം എന്ന് പറഞ്ഞ ആൾ പറഞ്ഞറിവിനേക്കാളും ഉപരിയായിട്ട് ദൈവം ജീവിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ അപ്പനാണ്, എൻ്റെ സുഹൃത്താണ്, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രൈമറി വ്യക്തിയായിട്ട് എൻ്റെ ദൈവം മാറി. അതൊരു വ്യക്തിയാണെന്നുള്ള ബോധ്യം ഉണ്ടല്ലോ. അത്ര നാൾ ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല, ഒരു മുകളിൽ നിന്നിട്ട് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നോക്കിക്കാണുന്ന ഒരാളാണെന്നുള്ളൊരു തോന്നലായിരുന്നു ദൈവത്തെ പറ്റി. കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കും, നരകമുണ്ട്, സ്വർഗമുണ്ട്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ നടക്കുന്നൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ദൈവത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിന് നമ്മളോട് ആകെ ഉള്ളത് സ്നേഹം മാത്രമാണെന്ന് മനസ്സിലായി. ആ സ്നേഹം നുകർന്നപ്പോൾ അവന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ പറ്റാതെ
കാരണം അത്രമാത്രം അവൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് കാലഘട്ടത്തിലാണ് കൂടുതൽ ഉഴപ്പി തുടങ്ങിയത്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പൊതുവേ കോളേജിലുള്ള എല്ലാവർക്കും ഒരു ഹരമാണ്. റോയൽ മെക്കാനിക്കൽ എന്നാണ് പറയുന്നത്. അപ്പോൾ മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ആ റോയൽ മെക്കാനിക്കലിന് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായിരുന്നു. അതായത് തല്ലുണ്ടാക്കണമെങ്കിൽ തല്ലുണ്ടാക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കള്ളം പറഞ്ഞ് ഒരു കാര്യം സാധിച്ചെടുക്കും, അല്ലെങ്കിൽ നമ്മൾ പിടിച്ച മുയലിന് ഇത്ര കൊമ്പെന്ന് പറഞ്ഞ പോലെ ആ ഒരു കാര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും നിൽക്കും, ഒച്ചപ്പാടുണ്ടാക്കും, ബഹളമുണ്ടാക്കും, സ്ട്രൈക്കിന് വേണ്ടി നിൽക്കും. അങ്ങനെ ആ ഒരു റോയൽ മെക്കിനെ എന്നും റോയലാക്കി നിർത്താൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാരോടൊപ്പം തെറ്റായ രീതി കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും ആ സമയത്തൊക്കെ കർത്താവ് വലിയ പാപത്തിലേക്ക് പോകാണ്ട് എന്നെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നു. അതിനെ ഓർത്ത് കർത്താവിനോട് ഇപ്പോൾ നന്ദി പറയാണ്. ഓരോരുത്തരുടെ ജീവിതം കേൾക്കുമ്പോൾ അത്രയും പാപത്തിലേക്ക് പോകാതെ കർത്താവിനെ ചേർത്ത് പിടിച്ചതിനെ ഓർത്ത് കർത്താവിനോട് ഞാൻ ഇന്നും നന്ദി പറയാറുണ്ട്. ഇപ്പോൾ അങ്ങനെയായിരുന്നപ്പോൾ ദൈവത്തെ പറ്റി അറിയില്ലായിരുന്നു. എനിക്ക് കൂട്ടുകാർക്ക് വേണ്ടിയും നമ്മുടെ വിശ്വസിച്ച ഞങ്ങളുടെ റോയൽ മെക്കാനിക്കിന് വേണ്ടി കുറേ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ ലൈഫിലേക്ക് കുറേ പ്രോബ്ലംസ് വരാൻ തുടങ്ങി, സഹനങ്ങൾ വരാൻ തുടങ്ങി. സഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അമ്മയ്ക്കൊരു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നമായി. പിന്നെ വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരിലൊരു പ്രശ്നമായി. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അലമ്പിയാലും എക്സാമുകൾക്കൊക്കെ പാസ്സാവാനുള്ള മാർക്ക് എങ്ങനെയൊക്കെ ഒപ്പിക്കുമായിരുന്നു. പക്ഷേ സപ്ലി വന്നു. അങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് തെറ്റി, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ആയിട്ട് തെറ്റിപ്പോയി. ആകെ മൊത്തം ഡിപ്രഷനായിരുന്നു, നിരാശയായിരുന്നു. അങ്ങനെയാണ് ധ്യാനത്തിന് വന്നത്. ധ്യാനത്തിൻ്റെ സമയത്ത് എൻ്റെ ആ ഡിപ്രഷനുകളിലേക്ക് കർത്താവിൻ്റെ തിരുരക്തം ഒഴുകിയ നിമിഷം മുതൽ ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യാൻ പറ്റി. ഭയങ്കര ക്രിസ്തുവിലുള്ളൊരു ആനന്ദം കണ്ടെത്താൻ പറ്റി. ആ ഒരു ആനന്ദം ഇപ്പോഴും അതിനുശേഷം ഞാൻ പഠിത്തം കഴിഞ്ഞു, ഞാൻ പറഞ്ഞു സപ്ലി ആയിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് മുതൽ ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ധ്യാനകേന്ദ്രത്തിലെ ഓരോ പ്രേക്ഷിത വേലയായിട്ട് മുന്നോട്ട് പോകുന്നു. ശനിയാഴ്ചകളിൽ ഇവിടുത്തെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കും, നൈറ്റ് വിജിലിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കും. ഞായറാഴ്ച വീടുകളിൽ പോയിട്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യാറുണ്ട്. അതായത് വീടുകളിൽ പോയിട്ട് അവിടുത്തെ യൂത്തിനോട് നമ്മൾ അനുഭവിച്ച ദൈവത്തെ പറ്റി പറയും, അവരോട് സംസാരിക്കും, അവരുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യും, അവരുടെ വിഷമങ്ങൾ കേൾക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനറിയാതെ എനിക്ക് നഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളും ദൈവം കൂട്ടിച്ചേർക്കുകയായിരുന്നു. കാരണം ഞാൻ കർത്താവ് വചനത്തിലൂടെ പറഞ്ഞ പോലെ തന്നെ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കും, ബാക്കിയെല്ലാം അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. ഈ ഒരു വചനത്തിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അവന് വേണ്ടി പ്രവർത്തിച്ച നിമിഷം മുതൽ ഓരോന്നും കൂട്ടിച്ചേർക്കുകയായിരുന്നു. ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടിയാണ് ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ടായത്. കാരണം എൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ട് ഫസ്റ്റ് ക്ലാസ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നിലൂടെ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോൾ ഫസ്റ്റ് ക്ലാസ്സൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അത് പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായി അതൊന്നും പറ്റുന്ന കാര്യമല്ല. പക്ഷേ ദൈവത്തിന് വേണ്ടി പ്രേക്ഷിത വേല ചെയ്തു തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് ഓരോന്ന് കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. ഫസ്റ്റ് ക്ലാസ്സോടുകൂടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റി. പിന്നെ അമ്മയ്ക്ക് യൂട്രസിൽ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അത് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട, അതൊരു ചെറിയൊരു കുരുവുള്ളൂ, അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാം എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ആ നഷ്ടപ്പെട്ട സന്തോഷങ്ങളൊക്കെ വീട്ടിലേക്ക് വീണ്ടും 10 മടങ്ങിയായിട്ട് കൂട്ടിച്ചേർക്കാൻ തുടങ്ങി. ഫാമിലി മൊത്തം ഭയങ്കര സന്തോഷത്തിലായി. അപ്പനും അമ്മയും ഞാനും അനിയത്തിയും അമ്മൂമ്മയും തമ്മിലുള്ള ഒരു നല്ലൊരു സ്നേഹബന്ധത്തിലേക്ക് വീണ്ടും കുടുംബം പഴയതിനേക്കാൾ ഉപരിയായിട്ട് ഒരുമിച്ച് ചേരാൻ പറ്റി. പിന്നെ ഇത്രയധികം കാര്യങ്ങൾ എനിക്ക് തന്ന ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് പ്രേക്ഷിത വേലയ്ക്ക് ഇറങ്ങി. ആ പ്രേക്ഷിത വേലയിൽ ഉടനീളം ദൈവം എന്നെ നടത്തുന്ന രീതിയാണ്. തെറ്റുകളൊക്കെ പറ്റി നിരാശപ്പെട്ടിരിക്കുമ്പോൾ, പാപങ്ങളൊക്കെ ചെയ്ത് നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഒന്ന് ഈശ്വരൻ മുന്നിലിരിക്കുമ്പോൾ കർത്താവ് പറയും, അവനെ നിനക്ക് തെറ്റ് പറ്റും, ഈ മനുഷ്യനാണ്. പക്ഷേ തെറ്റിലൂടെ വരുന്ന നിൻ്റെ കുറ്റബോധം നീ നിരാശയാക്കാതെ പ്രത്യാശയാക്കാൻ നോക്കി. ആ പ്രത്യാശയുടെ ഒടുവിൽ നിനക്ക് ദൈവത്തെ കാണാം, എൻ്റെ സ്നേഹം അറിയാൻ പറ്റും. ആ ഒരു കാര്യമാണ് ഞാൻ തെറ്റ് ചെയ്യുമ്പോഴൊക്കെ കർത്താവിനോട് പറഞ്ഞുതരാം. കുറച്ച് നേരം ദൈവത്തിന് മുന്നോട്ട് പോയിരുന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട് കർത്താവ് എന്ന് പറയുമ്പോൾ പറയും, കുഴപ്പമില്ല, തെറ്റ് പറ്റും, നീ എൻ്റെ ചാര വന്ന് ഒന്ന് കുമ്പസാരിച്ച് മനസ്സ് തുറന്നൊന്ന് കുമ്പസാരിക്കാൻ പറയും. അങ്ങനെ തെറ്റുകൾ പറ്റിയാലും അവൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് കഴിയുമ്പോൾ വീണ്ടും 10 മടങ്ങ് അവനെ സ്നേഹിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പൻ സ്നേഹിച്ച പോലെ തന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവൻ വീണ്ടും ആ പുത്രസ്ഥാനം എനിക്ക് തരുന്നുണ്ട്. അതാണ് തെറ്റുപറ്റിയാലും ശുശ്രൂഷയിൽ ചേർന്ന് നിൽക്കാൻ എന്നെ ഏറ്റവും അധികം സഹായിക്കുന്നൊരു കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ ഉപ്പാനേശൻ്റെ ഈ ടീം അംഗങ്ങളോടൊപ്പം നിൽക്കുമ്പോൾ ഭയങ്കര ഒരു സൗഹൃദമാണ്.
ദൈവത്തിനാൽ കൂട്ടിച്ചേർക്കപ്പെട്ടവരാണ്. കാരണം അങ്കമാലിലുള്ള ഞാനും വൈപ്പിൽ നിന്നുള്ള ഓരോരുത്തരും അങ്ങനെ പല സ്ഥലത്ത് എറണാകുളം ജില്ല കടന്ന ഓരോ സ്ഥലത്തേക്ക് ഞങ്ങളുടെ ബന്ധങ്ങൾ നീന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമാണ്. ഞങ്ങളുടെ ബന്ധങ്ങളിലെ ഞങ്ങളെ കണ്ണി ചേർക്കുന്നത് ദൈവസ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ആ ബന്ധത്തിലൂടെ ഒരുപാട് ദൈവത്തെപ്പറ്റി അറിയാനും പഠിക്കാനും തെറ്റുകൾ പരസ്പരം തിരുത്തുവാനും പരസ്പരം മനസ്സിലാക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഉപ്പാണിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ഇന്നത് തെറ്റാളാ അത് തിരുത്തണമെന്ന് പറഞ്ഞു തരുന്ന ആ ഒരു ടീച്ചിങ്ങിൻ്റെ മുന്നിൽ എപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ട് നിന്നു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് പലപ്പോഴും നമ്മളെ കൈപിടിച്ച് നടത്താനായിട്ട് ഉപ്പാണിച്ചാനും ഈ അബേഡ് മിനിസ്ട്രിയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ജീവിതത്തിൽ ഉടനീളം ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ പ്രെയറാണ് എന്നെ വഴി നടത്താറുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രെയറിലൂടെ ശാന്തമായിട്ട് അവനോട് സംസാരിക്കുമ്പോൾ അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. എന്നെ വീണ്ടും ഒരുപാട് അലട്ടിക്കൊണ്ടിരുന്നൊരു കാര്യമാണ് നാളെക്കുറിച്ചുള്ള ആകുലത. നാളെ എന്താവും എൻ്റെ ലൈഫ്, ജോലി, അത് ഇത് വീട്ടിലെ കാര്യങ്ങൾ, അതൊക്കെ നാളെക്കുറിച്ചുള്ള കുറേ ആകുലതകൾ വരും. കർത്താവ് എനിക്ക് മത്തായി 6:34 പറഞ്ഞു, നാളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, ഓരോ ദിവസത്തിനും അതിൻ്റെ ക്ലേശങ്ങൾ മതി, നാളത്തെ ദിവസം തന്നെ അതിനെപ്പറ്റി ആകുലപ്പെട്ടുള്ളൂ. ഈ ഒരു വചനം മത്തായി 6:34 അതെൻ്റെ മനസ്സിലേക്ക് ദൈവം കൊണ്ടുവന്നു. ഒരു ദിവസം ചാപ്പലിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബൈബിളിലൂടെ വചനം എനിക്ക് കിട്ടി. അതിനുശേഷം നാളെക്കുറിച്ച് ഒരു ആകുലത ഉണ്ടായിട്ടില്ല. ആ ആകുലത വരുന്ന നിമിഷം ഈ വചനം ധ്യാനിക്കും. കർത്താവ് ഇതിനെപ്പറ്റി ഈ വചനത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി. അങ്ങനെ നാളെക്കുറിച്ച് ആകുലതയില്ല. ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ ബാക്ക് ലൈഫിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉടനീളം ദൈവം ഓരോ വഴിയിലും ഓരോ സ്റ്റെപ്പിലും എന്നെ നയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബിടെക് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഫുൾ ടൈമറായിട്ട് നിൽക്കാൻ പ്ലാൻ ചെയ്തു. ഇവിടെ നിന്നിട്ട് ജോലി നോക്കാം എന്നുള്ളൊക്കെ രീതിയിൽ നിന്നു. അങ്ങനെ ഒരു 6 മാസം കടന്നുപോയി. 6 മാസം കടന്നു പോയപ്പോഴും കൂടെയുള്ളവന്മാർക്കൊക്കെ ഓരോ ജോലി കിട്ടി, ഓരോ സ്ഥലങ്ങളിലേക്ക് പോയി, ഓരോ സ്ഥലത്തൊക്കെ ആയി. അപ്പോൾ നമുക്കും വിഷമം ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. എനിക്കും ജോലി ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ എന്നാലും ദൈവത്തിൻ്റെ കരബലത്തിന് കീഴെ താഴ്മയോടെ നിന്നു. പക്ഷെ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഒരു പോസ്റ്റിലേക്കാണ് കിട്ടിയത്. അത് പ്രൊഡക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ യൂണിപവർ എന്ന് പറഞ്ഞ കമ്പനിയിലെ പ്രൊഡക്ഷൻ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത്. എൻ്റെ കൂടെയുള്ളവർ വർക്ക് ചെയ്തത് ഓരോ സ്ഥലത്തും ട്രെയിനി ആയിട്ടും ഓരോ സ്ഥലത്ത് ഓരോരുത്തരുടെ കീഴിലൊക്കെയാണ്. പക്ഷേ എനിക്ക് ജോലി തന്നത് ഒരു പോസ്റ്റിലേക്കാണ്. അപ്പോൾ 1-2 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരെ ആ പോസ്റ്റിലേക്ക് സാധാരണ കയറ്റാറുള്ളൂ ഓരോ കമ്പനികളും. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് കർത്താവ് എന്നെ നിർത്തി. അവിടെ നിന്ന് ജോലി ചെയ്യാൻ സാധിച്ചു. ജോലിയുടെ ഇടയ്ക്കും സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നും കൂടെ നിന്നത് ഞങ്ങളുടെ ഇവിടെയുള്ള ആ ഒരു ശനിയാഴ്ച പ്രാർത്ഥനയും ദിവസവും അർപ്പിക്കുന്ന ബലിയുടെ യോഗ്യതകളിൽ നിന്ന് കിട്ടുന്ന കാരുണ്യം, പിന്നെ കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ കൃപയും അതൊക്കെയാണ് പിടിച്ചു നിർത്തിയത്. പിന്നെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എല്ലാ സൺഡേയ്സും വർക്കിംഗ് ആവണം എന്നുള്ള രീതിയിൽ വന്നു. എല്ലാ സൺഡേയ്സും വരണം, അവിടെ ജോലി ചെയ്യണം എന്നുള്ള രീതി വന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഒരുപാട് ആദ്യമൊക്കെ 1-2 സൺഡേ പോയി നോക്കി. പക്ഷെ അന്നത്തെ ദിവസങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് എത്ര തിരക്കിട്ട് ഞാൻ ഇറങ്ങിയാലും ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ബൈബിളൊന്ന് തുറന്നു നോക്കാൻ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ തുറന്നു നോക്കുന്ന നിമിഷങ്ങൾ, ഞായറാഴ്ച ദിവസങ്ങൾ പ്രത്യേകം ഞാൻ ജോലിക്ക് പോകുന്ന ദിവസങ്ങളൊക്കെ സാബത്ത് ആചരണത്തെ പറ്റിയാണ് എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കർത്താവിൻ്റെ ഹിതം ഞായറാഴ്ച ഞാൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവിടുന്ന് റിസൈൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. എങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നിലൂടെ വീട്ടിലേക്ക് കിട്ടുന്നതിനേക്കാൾ ശമ്പളത്തിനേക്കാൾ കൂടുതൽ കർത്താവ് എൻ്റെ വീട്ടിലിപ്പോൾ ശമ്പളങ്ങൾ പല രീതിയിലായിട്ട് കർത്താവ് കൊണ്ടുവരുന്നുണ്ട്. കർത്താവിൻ്റെ എല്ലാ കൃപയ്ക്കും നന്ദിയോടെ ഓർക്കുകയാണ്. കർത്താവ് പ്രേക്ഷിത വേല ചെയ്യാൻ ഞങ്ങളെ ഓരോരുത്തരെയും ആ കൂട്ടത്തിൽ എന്നെ തിരഞ്ഞെടുത്തതിനോർത്ത് കർത്താവിനോട് നന്ദി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്.